പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം. സൗമ്യനും സോമൻ്റെ പുത്രൻ ചന്ദ്രൻ്റെ മകനും സൗമ്യമായ ഗുണത്തോടു കൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ രാശിചാരം. ബുധൻ തൻ്റെ സുക്ഷേത്രമായ ശുക്രൻ്റെ ഇടവം രാശിയിൽ നിന്നും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് ഇതാ പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് ബുധൻ പ്രവേശിക്കുന്നത്? ബുധൻ 2026 മെയ് മാസം 29-ാം തീയതി, അതായത് 1201 ഇടവമാസം 15-ാം തീയതി കാലത്ത് തന്നെ പ്രവേശിക്കുകയാണ്. സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ്. ആർക്കും സ്വന്തം വീട്ടിൽ ബലമുണ്ടല്ലോ. ഇവിടെ സ്വന്തം ക്ഷേത്രത്തിൽ ബുധൻ ശക്തമായി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വമന്ദിരഗതേ ഗ്രഹേ പ്രഭുഭരിഗ്രഹാത് ആയതിം പ്രഭുത്വം. സ്വന്തം ക്ഷേത്രത്തിൽ വരുന്ന ഗ്രഹത്തിന് രാജാവിൽ നിന്ന്, അധികാരികളിൽ നിന്ന് ധാരാളം വരവുണ്ടാകുന്നു. തനിക്ക് സ്വയം ഒരു അധികാരം, പ്രഭുത്വം സ്ഥാപിക്കപ്പെടുന്നു. നവം ഭവനം, പുത്തൻ വീടുണ്ടാകുന്നു, പുത്തൻ ഭൂമി ഉണ്ടാകുന്നു. ഉർവരാക്ഷിതി, ഫലഭൂയിഷ്ഠമായ ഭൂമി ഉണ്ടാകുന്നു. ജനേ ബഹുമതിയും പുനഃസകല നഷ്ടവസ്തുന്യപി, ജനങ്ങൾ തന്നെ ബഹുമാനിക്കുന്നു. തനിക്ക് നഷ്ടപ്പെട്ട യശസ്സും സ്ഥാനമാനങ്ങളും തിരിച്ചു പിടിക്കും ഈ ബുധൻ. 25 ദിവസമാണ് കേവലം മിഥുൻ രാശിയിൽ ബുധനുള്ളത്. പക്ഷേ ഇത്ര പ്രാധാന്യത്തോടുകൂടി ഈ ഫലം എന്തുകൊണ്ട് പറയുന്നു? ബുധ ഫലദസ്തു സർവദ, ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. എനി മൊമെൻറ്റ് ഇറ്റ് വിൽ ഹാപ്പൻ മിറാക്കിൾസ്. ലോട്ടറി അടിക്കുക, അൺഎക്സ്പെക്റ്റഡ് ധനലാഭങ്ങൾ, ബ്രോക്കറേജ് ഉണ്ടാവുക, നല്ല ലാൻഡ് വിൽക്കാൻ പറ്റുക, പൂർവികമായ സ്വത്ത് വിൽക്കുക, ആദായത്തിൽ ഭൂമി ലഭിക്കുക, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ബുധൻ, മിഥുനം രാശിയിൽ നിൽക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും. ഒരു സംശയവുമില്ല, നിസ്തർക്കമാണ് ഈ ഒരു കാര്യം. കാരണം ഇവിടെ ബുധൻ മാറുമ്പോൾ വ്യാഴം അതിശക്തമായി മിഥുനൻ രാശിക്കാർക്ക് എന്നല്ല, വ്യാഴം അതിശക്തമായി തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യുന്നു. എപ്രകാരമാണ് ഈ 25 ദിവസക്കാലം മെയ് മാസം 29-ാം തീയതി മുതൽ ബുധൻ നന്മകളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ കർമ്മഭാവത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. 10-ാം ഭാവത്തിൽ ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു. വികത്തന ശാസ്ത്രകലാവിദഗ്ധ, തൻ്റെ ശാസ്ത്ര മേഖലയിൽ, കർമ്മമേഖലയിൽ തന്നെ വികത്തന, ധാരാളം സംസാരിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാവും. ഏതായാലും കർമ്മമേഖല വളരെ ശാന്തമായൊരു അന്തരീക്ഷത്തിലായിരിക്കും ഇവിടെ കന്നിരാശിക്കാർക്ക് വ്യാഴം 11-ലേക്ക് വരികയാണ്. ആ ബുധൻ അങ്ങേറ്റം നന്മകളെ പ്രദാനം ചെയ്യും. കാരണം ബുധനോടുകൂടി ശുക്രൻ്റെ യോഗമുണ്ട്. വാഗ്മി ഭൂകണവഹ, വാഗ്മിത്വം, നല്ല വാഗ്മിത്വം, നേതൃത്വം, ലീഡർഷിപ്പ്, ഇതൊക്കെ പ്രദാനം ചെയ്യും. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഇവിടെ ധർമ്മകർമാധിപന്മാരുടെ രാജയോഗമാണ്. 9-ാം ഭാവാധിപനായ ശുക്രനും 10-ാം ഭാവാധിപനായ ബുധനും ഒന്നിച്ച് നിൽക്കുന്നത് അത് രാജയോഗമാണ്. അതിനാൽ ധനപരമായ വിഷയത്തിൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും, ഒരു സംശയവുമില്ല. മിതന്നോ വദേത് മിതം നോ സംലഭ്യത പ്രസാദേതരാപാതി സൗരാജ്യവൃത്തി ബുധേ കർമ്മകേ പൂജനീയോ വിശേഷ. തൻ്റെ കർമ്മമേഖലയിൽ താൻ വിശേഷിച്ച് പൂജിക്കപ്പെടും. പിതുസമ്പദ, പിതാവിൻ്റെ സമ്പത്ത് ലഭിക്കും. അതിനാൽ പൂർവികമായ സ്വത്ത് ലഭിക്കുക, പൈതൃകമായ അച്ഛൻ്റെ വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ സത്കീർത്തി നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാകുക. നീതിദണ്ഡാധികാരം, നീതിയും ശിക്ഷയും നടപ്പിലാക്കേണ്ട പല കാര്യങ്ങളിലും വരും. അതിനാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, വലിയ ഉന്നത തരത്തിലുള്ളവർക്കൊക്കെ തന്നെ വലിയ പദവിയും പ്രമാണവും ലഭിക്കുന്ന ഒരു വിശേഷപ്പെട്ട സമയമാണ്. കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.